യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ സുന്ദരപാണ്ഡിപുരം വീഡിയോ കണ്ട എല്ലാവരും കമൻറ്റ് വഴിയും മെസ്സേജ് വഴിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സുന്ദരപാണ്ഡിപുരത്ത് സീസൺ കഴിഞ്ഞോ? ഇപ്പോൾ പോയാൽ പൂക്കൾ കാണാൻ പറ്റുമോ? എവിടെയാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ള പാടം? അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി അടുത്തുള്ള മനോഹരമായ കാർഷിക ഗ്രാമമാണ് സുന്ദരപാണ്ഡിപുരം. 2024 സൂര്യകാന്തി സീസൺ ഏകദേശം കഴിയാറായി. ഇനിയും ചില പാടങ്ങളിൽ ധാരാളം പൂക്കളുണ്ട്. സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് 7 കിലോമീറ്റർ അടുത്തുള്ള സാമ്പാർ വടൈക്കരയിൽ 2-3 തോട്ടങ്ങളിൽ ഇപ്പോഴും പൂക്കളുണ്ട്. നമ്മൾ കാണുന്ന ഈ തോട്ടം സുന്ദരപാണ്ഡിപുരത്ത് നിന്നും 5 കിലോമീറ്റർ അടുത്തുള്ള സുരണ്ടൈ എന്ന സ്ഥലത്താണ്. ഇവിടെ ഇനിയും 15 ദിവസം കൂടി പൂക്കളുണ്ടാകും. ഈ പാടത്തിൽ ഇനിയും 2 ഏക്കർ കൂടി മുട്ടിട്ടുള്ള പാടം വേറെയുമുണ്ട്. ഇതിലേക്ക് പോകാനുള്ള കൃത്യമായ വഴി സുരണ്ടയിൽ നിന്നും 3 കിലോമീറ്റർ അടുത്തുള്ള കൊലയനേറി എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേലി കെട്ടിയ ഒരു പാടം റോഡിൽ നിന്ന് കാണാം. ഇവിടെയാണ് ഈ വർഷം അടിപൊളി പൂക്കൾ ഉള്ളത്. സുന്ദരപാണ്ഡിപുരത്ത് ചെന്ന് ആളുകളോട് ചോദിച്ചാലും എല്ലാവരും പറയും ഈ വർഷം പൂക്കളില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ കൃഷി വളരെ കുറവാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കേട്ട് തിരിച്ചു പോരണ്ട, സുരണ്ടയിൽ നിന്നും കൊലയനേരി വഴി പോയിക്കോ. ഈ പാടം സൂപ്പറാണ്. കാലാവസ്ഥാ വ്യതിയാനവും വിത്തിലുണ്ടായ ഫംഗസ് ബാധയുമാണ് ഇത്തവണ കൃഷി കുറയാൻ കാരണം. സീസൺ കഴിയാറായതിനാൽ എത്രയും വേഗം പോയിക്കോളൂ. ഒരിക്കലും നഷ്ടമാകില്ല ഈ യാത്ര. നമ്മൾ ഈ കാണുന്നത് ഒരു മിനിയേച്ചർ ബസ്സാണ്. KSRTC ബസ്സിൻ്റെ 1970 ഇറങ്ങിയ ബെൻസിൻ്റെ മോഡലാണ് ഈ ബസ്. നമ്മുടെ യാത്രയിൽ നമ്മൾ സാധാരണ ഇവനെയും കൂട്ടാറുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ ചാനലായ യാത്രയ്ക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് നന്ദി. നമ്മുടെ ആദ്യ വീഡിയോ 1900 വ്യൂ കടന്നതിൽ പ്രത്യേകം നന്ദി. ആകെ 22 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഈ ചാനലിന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിനാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന വീഡിയോ 2024 ഗുണ്ടൽപേട്ട് ചെണ്ടുമല്ലിപ്പാടത്തെക്കുറിച്ചാണ്. നന്ദി, നമസ്കാരം.